പഗ്ഗിന്റെ മോന്ത മതിയായി പോയി. കൺമണി മിണ്ടല്ലോ. ഒരു കുടയും കുഞ്ഞി പെങ്ങളും. നിന്റെ പെങ്ങളാണിത്, കൊച്ചു പെങ്ങള് സാനിയ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പരാതിയായിരുന്നു ലൊക്കേഷൻ വീഡിയോ വരുന്നില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലൊക്കേഷൻ ബ്ലോഗിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ ഇന്ന് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ പാറമേടാണോ എന്തോ എനിക്കറിയാം. നമ്മുടെ ഉപ്പുമുളകിൻ്റെ ലൊക്കേഷൻ അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട ബാക്കിലാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ പല സീക്വൻസുകളും നടന്ന സ്ഥലം. പിന്നെ നമ്മുടെ എൻ്റെയും മാനസയുടെ എൻഗേജ്മെൻറ്റ് നടന്ന സ്ഥലമാണത്. അങ്ങനെ ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇന്ന് എത്തുന്നത്. പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾ സീഡിൽ കണ്ടിട്ട് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് മെല്ലെ ലൊക്കേഷനിലേക്ക് കിടക്കാം. ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇവിടെ സെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഞാനൊരു ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് എന്നെ മാറ്റി അവിടേക്ക് വന്നിരിക്കുകയാണ് ഈ നാറി. ഇവനെ മണ്ണെണ്ണല്ല പറയാതെ പള്ളി വെച്ചെങ്കരളിൽ കൃഷിന്റെ കരലാണ് കയറി, അല്ല വരുണ്ട കരലൊന്നല്ല കയറി. മാനസ എവിടെ? കരൾ. മാനസ ഔട്ട് ഓഫ് റേഞ്ച് ആണ് ഗൈസ്. കൃഷിന്റെ മനസ്സിൽ കൺമണി, പക്ഷെ എന്റെ മനസ്സിൽ ഒരു ആയല്ലോ അടുത്തേക്ക് ചാടുവോ ഗൈസ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നാണോ അപ്ലോഡ് ചെയ്യുക, എന്നാണ് അപ്ലോഡ് ചെയ്യാറില്ല. അയ്യോ, ഇതെന്ത് ചെയ്ത് ഇപ്പൊ ഓക്കെയാണ്. ഇതിന്റെ കാലാണ് ചവിട്ടിയില്ല, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് വീണ്ടും സംഭവം നമുക്ക് രസമുണ്ട് കേട്ടോ. പക്ഷെ ഉറങ്ങാത്തോണ്ട് രണ്ട് കണ്ടു. ഇവിടെ മറ്റേ പഗ്ഗിന്റെ മോന്ത മതിയായി പോയി. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞു രാവിലെ വന്നു പറഞ്ഞല്ലേ, ചീർത്തു. ഇവിടെ ഉറങ്ങൂലെന്നേ. ഇവള് മീൻസ് അത് എനിക്ക് അറിഞ്ഞൂടാ. ഇവളാണോട് പറഞ്ഞത്. ഞാൻ എന്റെ ലവറെ പോലെ ഉറക്കാറില്ല. ഇവിടെ മഴയില്ല, ഇവിടെ സേഫാ. ഞാൻ എന്റെ കുഞ്ഞിനെ പോലെ ഉറക്കാറില്ല. അറിയല്ലേ ഇല്ല ഗൈസ്. ഇവിടെ എന്നോട് പറഞ്ഞിട്ട് ഇവള് പടത്തിനൊക്കെ പോയിട്ട് ലേറ്റ് ആയിട്ടാണ്. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. തൈരൊക്കെ ഇട്ടു ടാൻ അടിച്ചു. പക്ഷെ എനിക്ക് തൈര് ഇടണോട്ടോ. എന്നാലും ഞാൻ ഭയങ്കര ടാൻ അടിച്ചു. തൈരും കോഫി പൗഡറും ആയിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ട്. അതുപോലെ ഇനി പറഞ്ഞു തരും. അത് വെച്ച് ചെയ്യണം. ഭയങ്കര നല്ല ക്ലൈമറ്റ് ആട്ടോ. സത്യം പറഞ്ഞാല് മഴ ഉണ്ട്. പക്ഷെ ഇത് മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മഴ അങ്ങനെ ബാധിക്കുന്നില്ല. ഇവർക്ക് കണ്ടോ, ഇത് പനി പിടിക്കുന്ന വെച്ചിട്ട് മറ്റേ ഈ ഒരു കാർട്ടൂൺ പണ്ടത്തെ ഒരു അമ്മൂമ്മ ഇങ്ങനെ പുതച്ചിങ്ങനെ പോണ സാധനം. എന്നാ ഞങ്ങൾക്ക് മഴ വരണ്ട്. ഞങ്ങളിങ്ങനെ ഓടുകയാണ് ഗൈസ്. ഓടാം, റെഡി. കോട ഉണ്ട്. ആ രണ്ട് കോട നോക്കടാ. ഇതൊന്ന് നൂർത്തേക്ക് ഒരാൾ നൂർത്തോളൂ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. ഇതാണ് നമ്മുടെ ലൊക്കേഷനൊക്കെ വരുന്നത്. ഭയങ്കര രസമുള്ള ബാക്ക് വ്യൂ ആണുള്ളത്. നോക്കി, ബാക്കിലേക്ക് വിദൂരതയിലേക്ക് നോക്കി. കൊച്ചിറക്കി ഇറങ്ങി പോടാവുന്നു. അപ്പൊ ഞങ്ങള് ഒരു കൊടയത്ത് എങ്ങോട്ടേക്കാ? ഒരു കുടയും കുഞ്ഞി പെങ്ങളും. നിന്റെ പെങ്ങളാണിത്, കൊച്ചു പെങ്ങള് സാനിയ അല്ലേ? പെങ്ങളെയാണ് ഈ കൈ കിടത്താട്ടെ. അലിയ, എനിക്കൊരു പെങ്ങളുണ്ട് ഗൈസ്. കുഞ്ഞു അല്ല, ദാറ്റ്സ് മൈ സിസ്റ്റർ. റെഡി. ഞങ്ങൾക്ക് ഫോട്ടോ വേണം. നമ്മളെ പാട്ട് പാടുന്ന ചേട്ടൻ വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കായിട്ട് ഒരു പാട്ടൊക്കെ പാടിത്തരും. അയ്യോ, കോപ്പിറൈറ്റ് അടിക്കും. നമുക്ക് ലൈവില് പാട്ട് പാടാം കേട്ടോ. അല്ലേ, ഫോട്ടോ എടുക്കാണോ? അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. നമ്മളുടെ വ്ളോഗ് കാണാനിട്ട് ഇന്നലെ ഒരു അറിയാതൊരു അബദ്ധം പറ്റിപ്പോയി. ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്ത വ്ളോഗ് പോസ്റ്റ് ചെയ്ത് 2 പ്രാവശ്യം ചെയ്യണേ. എന്താ റെഡി? ഞാൻ വിചാരിച്ചെന്തറിയോ, ഞാൻ ഓൾറെഡി അത് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും പോസ്റ്റ് ചെയ്ത സംഭവമാണ്. ഒരു മരപ്പട്ടിയും കൂടി നമ്മുടെ കുടയിലേക്ക് കയറിയിട്ടുണ്ട്. ആ കുടയും കൂടി നൂർത്തറ പട്ടി. അപ്പൊ ഓൾറെഡി അത് പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഞാൻ അത് ഒന്നും കൂടി മാറ്റി പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയാ, ഇനി പുതിയ അപ്ഡേഷൻസ് പറഞ്ഞാല് നമ്മുടെ കിരൺ അല്ല ക്യാരക്ടറിന്റെ പേര്, ബൽരാമൻ തിരിച്ചു വരികയാണ് ഗൈസ്. നിങ്ങൾ കുറെ പേര് ചോദിച്ചു ബൽരാമൻ എവിടെയാന്നൊക്കെ. ബൽരാമൻ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ കഥയിൽ കുറെ വഴിത്തിരിവുകളുണ്ട്. പിന്നെ വഴുക്കലുണ്ട്. നിങ്ങൾ ഒരു വഴുക്കലുണ്ട്, ഒരു പായലും പൂപ്പലും ഉണ്ട്. തമാശക്ക് പറഞ്ഞ നീ ഞങ്ങളുടെ സ്വത്താണ്, മുത്താണ്. പിന്നെന്താണ്? ഷുട്ടുമണിയാണ്. മുത്തുമണിയല്ല, മുത്തുമണി എനിക്ക് വേറെ ആളുണ്ട്. അപ്പം ഷുട്ടുമണിയാണ്, ഞങ്ങളുടെ ഷുണ്ടാപ്പിയാണ്. വെറുതെ വ്ളോഗ് എടുക്കുമ്പോ ചോദിപ്പിക്കണ്ടേ? എന്ത് പറ്റി?
മറ്റേ വേദിനി ഒരു പടം ചെയ്യുന്നില്ല ഇപ്പൊ മറ്റേ കറക്റ്റ് ദർബാർ അല്ലേ കുട്ടിയെ പോലെ ഇന്നലെ നീ ഏത് പെണ്ണിനാടാ പറഞ്ഞേ? ഇന്നലെ ഇവള് മറ്റേ ആദം ജോൺ. അത് ഞാൻ പറഞ്ഞു അതല്ല, ആ നടി എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഫേസ് കട്ടില്ല. അങ്ങനെയാണ് ആദം ജോൺ ആയിക്കോന്ന്, ആ നടിയെ പോലെ ആയിക്കോന്ന്. എന്ത് ചെയ്യാം? ഞാൻ പൃഥ്വിരാജ് ഇവള്. നിനക്ക് എന്തൊക്കെയോ കണ്ണ് പ്രശ്നമുണ്ട്, ഒന്ന് പോയി കാണിക്കണം. നീ ടൊവിനോ ആണ്. അത് ഓക്കെ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. ഞങ്ങൾ മെല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ കഴിച്ചു. ലൊക്കേഷനിലെ ഫുഡ് എന്താന്ന് നോക്കാം നമുക്ക്. ലൊക്കേഷൻ ഫുഡ് എന്താന്ന് അറിയില്ല. അപ്പൊ ഞങ്ങള് മെല്ലെ ലൊക്കേഷൻ ഫുഡിലേക്ക്. നീ കഴിച്ചോ? ഞാൻ എപ്പോഴേ കഴിച്ചു. അപ്പൊ അപ്പവും കടലക്കറി. അപ്പൊ നിങ്ങൾ അത്ര വലിയ എക്സൈറ്റഡ് അല്ലല്ലോ. ഞങ്ങൾ അത്ര വലിയ എക്സൈറ്റഡ് അല്ല. അപ്പവും കടലക്കറി. നല്ല മഴ കൂടി മഴയത്തൊരു റൊമാൻറ്റിക് സോങ് വിത്ത് ഡാൻസ് വിത്ത് സാനിയ. ഞങ്ങൾ ഇന്നലെ ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. വൺ ടൈം ഞങ്ങൾ ഇന്നലെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ ഡാൻസിന്റെ വീഡിയോ ഞാൻ ഔട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് പ്രാക്ടീസ് ഒന്നുമില്ല. ഞങ്ങൾ വെറുതെ കൺമണിയെ കണ്ടപ്പം എടുത്ത് കളിച്ചു. എടുത്ത് കളിക്കല്ല, കൺമണിയെ കണ്ടപ്പം കളിച്ചു. ആ ഡാൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ബൈ അല്ല, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇവിടെ വെറുതെ എന്താ വെറുതെ നാട്ടുകാരുടെ അഭിപ്രായം പറ. നമ്മള് ഫ്രെയിമിൽ വന്ന് നിന്നാലേ ഒരു ആനച്ചന്തം. അതെ, 2 ആനകൾ എന്ന് പറഞ്ഞ, ഒന്ന് ഇതും ഒന്ന് ഞാനൊന്ന്. ഇത് പിടിയാന. പിടിയാന പെണ്ണാനയുടെ മൊണ്ണെ പറഞ്ഞ പിടിയാനാന്ന്. അതൊന്നും അറിയും കണ്ടില്ല, വെറുതെ കിടന്ന് ഡയലോഗ് അടിക്കും ചെയ്യും. മഹാത്മാഗാന്ധിന്റെ മോനാണോ രാജീവ് ഗാന്ധി? നീ അതല്ല പറഞ്ഞേ. പിന്നെ റെഡി ആയിട്ട് കഴിച്ചു. ആരെ? ഗാന്ധിജിയുടെ ആരോന്നല്ലേ? ഓട്ടങ്ങി നിന്നോ? എന്നെ കണ്ണിനെ ഫോക്കസ് ചെയ്തരാ. വേണ്ട. കുരുക്കെ വന്നിട്ടല്ലോ. പ്രേമക്കുരു അല്ല അത്. ആരോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ല, എനിക്ക് മനസ്സിലായി ആരാന്ന്. ആരാ? സജിൻ നിന്നെ അഗാധമായി പ്രേമിക്കുന്നുണ്ട്. സജിൻ ഇടുക ഉണ്ടോ? ഓനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. ഗോൾഡ് ഒന്നും ഇല്ലാതെ അറ്റൻഡറെ മാറിയുണ്ട് നിന്നെ കാണപ്പോ. കണ്ടാ ഞാൻ ഒന്നും പറഞ്ഞ വന്ന് നോക്കിയേ. നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? കണ്ടാ ഇവരുടെ മുഖത്ത് വന്ന കുരുവിന് നിങ്ങളല്ലേ ഉത്തരവാദി? തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ്. പ്രേമക്കുരു ആവില്ല, സജിന്റെ കാരണമായോണ്ട്. വേറെ സാധനവും. മനസ്സിലായി. ചൂട് അവന് കുറച്ച് ചൂട് കൂടുതലാ. മണക്കാൻ നോക്കണോ എന്നെ? എന്താ പട്ടിക്കുട്ടിയാ? രഹസ്യം പറ കേക്കട്ടെ. എന്താ നടന്നേ? ഞാൻ ക്യാമറ തിരിക്കാൻ ഇടയ്ക്ക് എന്താ നടന്നേ? എന്താ സൗകര്യം പറഞ്ഞോട് പറഞ്ഞോ. ചൂടുകുരു എന്നല്ല, ഈ നാറിന്റെ അടുത്ത് അതേ വീടുന്ന് എനിക്കറിയാം. അതാ ഞാൻ ഗസ് ചെയ്ത് നോക്കിയത്. നമ്മുടെ ജെഫിൻ ചേട്ടൻ കേട്ടോ. വണ്ടീനെ കുറിച്ച് എന്തേലും കാരണം ജെഫിൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്തവര്. പട്ടിയെ കുറിച്ച്, വണ്ടിയെ കുറിച്ച്, ഫുഡിനെ കുറിച്ച്, പെണ്ണിനെ കുറിച്ച് ഭാര്യത്തെ കാണോ? നാളെ എങ്ങനെയൊക്കെ വരും സീന്? ഞങ്ങൾക്ക് സീനായിട്ടുണ്ട്. ഇത് ഏതാണ്? കൃഷി കൺമണി ഔട്ട് ഓഫ് പകൽ ബലരാമേട്ടന്റെ അപ്പം നമ്മുടെ സീൻസ് കിട്ടി. എങ്ങനെയാട്ടോ സീൻസ് ഒക്കെ ഉണ്ടാവുക? നമ്മള് സീൻ വായിക്കലിലേക്ക് കിടക്കാൻ പോവാണ്. കൺമണിയാണ് നമ്മുടെ ഇന്ന് നമുക്ക് വായിച്ചു തരാൻ പോകുന്നത്. കൺമണി കമോൺ. കൺമണി ഇല്ല ഞാൻ വേറൊരു കാര്യം പറയാം. കൺമണി സത്യം പറഞ്ഞ BA ഇംഗ്ലീഷ് ആണ് കേട്ടോ. BA ഇംഗ്ലീഷ് ആണ് കൺമണി ചെയ്തോണ്ടിരിക്കുന്നത്. MA B.Ed ഇംഗ്ലീഷ്. ഞാൻ പിന്നെ MBBS. ഇവന് MBBS ആവണമെന്നായിരുന്നു ആഗ്രഹം അല്ലേ? ലാസ്റ്റ് അറ്റൻഡർ ആയിട്ടുണ്ട് ഞങ്ങളെ.
ഇവിടെ കണ്ണിക്കൂരി അല്ല, അത് മറ്റേ രുദ്രാക്ഷ ആണ് സംഭവം. ഇതെന്റെ ബ്രദർ. പെണ്ണുങ്ങളെ കുറിച്ച് ഇത് സ്പെഷ്യലാണ്. ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നു. ഞാൻ സീൻ വായിക്കാനായിട്ടോ. എന്താ തെറ്റ്? ഏട്ടൻ വാശിയാണെങ്കിൽ എന്താ തെറ്റ്? എങ്ങനെ എന്നെ അംഗീകരിക്കാൻ പറ്റുന്നത്? എങ്ങനെ എന്നെ അംഗീകരിക്കാൻ പറ്റുന്നത്? ഒരു കാര്യം പറയാനുണ്ട്, വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ബൈ പറയും. കൺമണി മിണ്ടില്ല എന്നോട്. എന്തേലൊക്കെ പറയണ്ട. അല്ലല്ല ഞങ്ങൾ ഇപ്പഴാണ് മിണ്ടിയ. പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ. അപ്പൊ ഞങ്ങൾ അതല്ല വ്ളോഗ് അവസാനിപ്പിക്കുക. പിണങ്ങല്ലേടാ, ഞാനല്ലാണ്ട് പിന്നെ ആര്? തമ്മിൽ പിണങ്ങി പോകല്ലേ. കരല്ലേ. അപ്പൊ ഞങ്ങളുടെ വ്ളോഗ് അവസാനിക്കുകയാണ് ഗൈസ്. ബൈ. വിഷമ അഭിനയവാ ജീവിതം, മുക്കാലോ അഭിനയ.